തീർച്ചയായിട്ടും 20 ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്തിൻ്റെ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റിൽ പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റിന് യാഥാർത്ഥ്യ ബോധം അല്ലെങ്കിൽ യാഥാർത്ഥ്യ സ്വഭാവം വളരെ കുറച്ച് മാത്രം കാണുന്നത്. ഇനി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയുമാണ് വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ ഏറ്റവും പ്രശംസനീയമായ നേട്ടങ്ങൾ കൈവരിച്ച രണ്ട് മേഖലകൾ. ഇതിൽ ആരോഗ്യ മേഖലയിലെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ മെഡിസപ്പിൻ്റെ പരാജയവും ആരോഗ്യ മേഖലയുടെ ചെലവ് വർദ്ധിക്കുന്നതും, ഇവിടെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീകുമാർ സർജറി കഴിഞ്ഞതിന് ശേഷം വയറ്റിൽ കത്തിയിട്ട് തുന്നിക്കെട്ടിയ സംസ്ഥാനമാണ് ഇതെന്ന് പറഞ്ഞു. അങ്ങനെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതവിടെ ഇരിക്കട്ടെ. വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രശ്നങ്ങൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ്. ആ സങ്കീർണമാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ വിദ്യാർത്ഥി സംഘടനകളോ വിദ്യാർത്ഥികൾ അധികം ഉപയോഗിക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് കേരളത്തിൽ നിന്ന് ഒരു നല്ല വിഭാഗം വിദ്യാർത്ഥികൾ അന്യ സംസ്ഥാനങ്ങളിലോ അന്യ രാജ്യങ്ങളിലോ പഠിക്കാൻ പോവുകയും ഇവിടെ ആവശ്യത്തിന് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമുള്ള സീറ്റിൽ മുഴുവൻ അഡ്മിഷൻ നടക്കാൻ ഒക്കാത്തൊരു സാഹചര്യം വരികയും ചെയ്തു തുടങ്ങിയത് ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ്, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടാണ്. പല കോളേജുകളിലും 10-50 സീറ്റുള്ളിടത്ത് പല സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതിനുള്ള പ്രധാന കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ക്വാളിറ്റിയിലുള്ള ഡിറ്റീരിയറേഷനാണ്. അപ്പം വിദ്യാർത്ഥികൾ പല സംസ്ഥാനങ്ങളിൽ പോകുന്നു, പല രാജ്യങ്ങളിൽ പോകുന്നു. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടാകണം. ഒന്നാമത് കൺവെൻഷനലായിട്ടുള്ള കോഴ്സുകളുടെ സ്ഥാനത്ത് പുതിയ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പുതിയ സാഹചര്യത്തിന് യോജിച്ച കോഴ്സുകൾ പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകണം. 3 വർഷത്തെ ഡിഗ്രി കോഴ്സിനെ 4 വർഷത്തെ ഡിഗ്രി കോഴ്സാക്കി മാറ്റിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. ഗവൺമെൻറ് ഇതിനകത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നതിന് PPP പാർട്ടിസിപ്പേഷനോടുകൂടി പല മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനൊക്കെ തയ്യാറാകുന്നു എന്ന് പറയുന്നു. സ്വാതന്ത്ര്യത്തോടുകൂടി നല്ല രീതിയിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ പുതിയ രീതിയിലുള്ള കോഴ്സുകൾ ആരംഭിക്കാൻ അവർ തയ്യാറാവുകയും അതുവഴി നമ്മുടെ സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥികൾ അന്യ സംസ്ഥാനങ്ങളിലോ അന്യ രാജ്യങ്ങളിലോ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി വിദ്യാഭ്യാസം നടത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്, ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണോ, ഇലക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബഡ്ജറ്റാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഏതൊരു സർക്കാരിനും കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ, വികസന പദ്ധതികൾ, സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ വ്യക്തമായിട്ട് ഒരു ദിശാബോധം ഉണ്ടാകണം, അതിന് വേണ്ടുന്ന ധനസമാഹരണം ഉണ്ടാകണം. ഇവിടെ സർക്കാർ ഒരുപാട് മേഖലകളിൽ പല മേഖലകളിലും കൊച്ചിൻ ക്യാൻസർ സെൻ്ററിന്, മലബാർ ക്യാൻസർ സെൻ്ററിന്, ക്ഷീര വ്യവസായ വികസനത്തിന്, മത്സ്യവികസനത്തിന്, മത്സ്യബന്ധനത്തിന് എന്ന് വേണ്ട എല്ലായിടത്തും 25, 50, 100 കോടി രൂപ വീതം കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ചെലവുകളൊക്കെ നിർവഹിക്കാനായിട്ട്, നടത്തിക്കൊണ്ടു പോകാനായിട്ട് എങ്ങനെയാണ് വിഭവ സമാഹരണം നടത്തുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ടാക്സുകൾ കൊണ്ടുവന്നപ്പോൾ മദ്യത്തിനകത്തെ ടാക്സ് ഉണ്ട്. ഇത് കൂടാണ്ട് കൊണ്ടുവന്ന ടാക്സുകൾ ഒന്നും തന്നെ, ഇപ്പം ടാക്സുകൾ ശക്തമായിട്ട് ഇടപെടുത്തണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഒഴുക്കൻ മട്ടിൽ രജിസ്ട്രേഷൻ മേഖലയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ടാക്സുകളാണ് കൊണ്ടുവന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു കേസും ബഹളവും വഴക്കുമില്ലാതെ ഏതാണ്ട് 24,000 കോടി രൂപ നികുതി കുടിശ്ശിക ഇവിടെ പിടിച്ചെടുക്കാനുണ്ട്. കേസുകൾക്കും മറ്റും വിധേയമായിട്ടുള്ള തുക വേറെയുണ്ട്. 24,000 കോടി രൂപ സർക്കാർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ പിടിച്ചെടുക്കാവുന്നതാണ്. ബഡ്ജറ്റിൽ ഉടനീളം മന്ത്രി പല പ്രഖ്യാപനങ്ങളും നടത്തുന്നെങ്കിലും ഈ നികുതി കുടിശ്ശിക പിടിച്ചെടുക്കാനായിട്ട് എന്ത് നടപടി കൈക്കൊള്ളും എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഒന്ന്. രണ്ടാമത്, കിഫ്ബിയെക്കുറിച്ച് പറയുമ്പോൾ കിഫ്ബി എന്ന് പറയുന്നത് സർക്കാരിന് പുറത്ത് സർക്കാരിന് കടം വാങ്ങിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. അത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് ഉണ്ടാക്കിയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തോമസ് ഐസക്കിൻ്റെ കാലത്തുണ്ടാക്കപ്പെട്ട ഒരു സംവിധാനമാണിത്. ആ കിഫ്ബി പണം ബോറോ ചെയ്യുന്നു. അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഈ പണം ബോറോ ചെയ്യുന്ന ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ബോറോവിങ്സ് കൂടുതലും റോഡ് നന്നാക്കാനും പാലം കെട്ടാനും കലുങ്ക് നന്നാക്കാനും ഒക്കെ ആയിട്ട് ചെലവാക്കിയത്. ഏറ്റവും പ്രധാനമായി പ്രസക്തമായി തോന്നുന്നു വിഭവ സമാഹരണം. ഇപ്പോൾ അവസാനിപ്പിക്കാം. ഈ പണം സമാഹരിച്ചതെല്ലാം അങ്ങനെ ചെലവാക്കിയത് കൊണ്ട് കാര്യമായ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നില്ല, ഉൽപ്പാദന മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നില്ല. പിന്നെ സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പണം കടം വാങ്ങിച്ച് സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ ഈ കടം തിരിച്ചു കൊടുക്കേണ്ടത് സർക്കാർ അല്ലാതെ പിന്നെ ആരാണ്? അതിന് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ഗവൺമെൻറ്റിൻ്റെ ബാധ്യത തന്നെയാണത്.
അപ്പോൾ കിഫ്ബിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഇതിനകത്ത് ബഡ്ജറ്റിനകത്ത് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ തൊഴിലുറപ്പ് പദ്ധതി സംഘം ചെയ്യുന്നതിലേക്ക് വേണ്ടി ഉള്ള ഒരു നടപടികളെക്കുറിച്ചും ഇതിനകത്ത് പറയുന്നില്ല. കുടുംബശ്രീക്ക് നാമമാത്രമായിട്ട് ഒരു 250 കോടി 225 കോടി രൂപയോ മറ്റോ വകയിരുത്തിയതല്ലാതെ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പോലും കുടുംബശ്രീ, അയൽക്കൂട്ടം, തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ സ്ത്രീകളെ ബാധിക്കുന്നതും സാധാരണക്കാരനെ ബാധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടത്ര ഊന്നൽ കൊടുക്കുന്നില്ല. ഇവിടെ ഒരു വലിയ കാര്യമായിട്ട് പറഞ്ഞു, കേരളത്തിൽ 64,000-ലധികം കുടുംബങ്ങൾ അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളാണ്. പണ്ടേ സർക്കാർ പറയുന്നതാണ് 65,000-ഓളം ഉണ്ടെന്ന്. അതിപ്പോൾ അല്പസ്വല്പം കുറച്ച് 64,000 പറഞ്ഞു. ഈ 64,000 കുടുംബങ്ങൾ അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്നതാണ്, എക്സ്ട്രീംലി പുവറാണ്. അവർക്ക് വേണ്ടി 50 കോടി രൂപയാണ് വെച്ചേക്കുന്നത്. ഈ 64,000 കുടുംബങ്ങളിൽ കുറേ കുടുംബങ്ങളെങ്കിലും സ്വന്തമായിട്ട് വീട് കാണത്തില്ല. ഒരു വീട് വെച്ച് കൊടുക്കണമെങ്കിൽ മിനിമം 3 ലക്ഷം രൂപയെങ്കിലും ആകും. 4 ലക്ഷം രൂപയാണ് ഇപ്പം ഗവൺമെൻറ് വീടിന് കൊടുക്കുന്നത്. 3 ലക്ഷം രൂപയാണെങ്കിൽ, ഒരു വീടിന് 3 ലക്ഷം രൂപയാണെങ്കിൽ 10 വീട് വയ്ക്കണമെങ്കിൽ 30 ലക്ഷം. 100 പേർക്ക് വീട് വയ്ക്കണമെങ്കിൽ എത്രയാണ്? 3 കോടി രൂപ. 2,000 പേർക്ക് വീട് വയ്ക്കണമെങ്കിൽ ഈ 64,000 കോടിയിൽ, അല്ല 64,000 കോടിയല്ല, 64,000 കുടുംബങ്ങളിൽ 2,000 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കണമെങ്കിൽ ഈ 50 കോടി രൂപ തികയത്തില്ല. 2,000 കുടുംബങ്ങൾക്ക് ഭവനഗൃഹ തികയാനുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതീവ ദാരിദ്ര്യമുള്ള ഈ കുടുംബങ്ങളുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത്? തന്നെയല്ല, കേരളത്തിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ബീഹാറിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നു, പിന്നെ ഹരിയാനയുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നതുമായിട്ടുള്ള കൺസെപ്റ്റല്ല. ഇത്രയും മെച്ചപ്പെട്ട ഒരു ക്വാളിറ്റി ഓഫ് ലൈഫുള്ളൊരു സംസ്ഥാനത്തിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിനകത്ത് തന്നെ വ്യത്യാസമുണ്ടാകണം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു പുകമറ, വികസന അധിഷ്ഠിതമായിട്ടുള്ള ചിന്തകളാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു പുകമറയുണ്ടാക്കി ആ പുകമറയ്ക്കകത്ത് നിന്നുകൊണ്ട് വിഭവ സമാഹരണത്തിനകത്ത് യാതൊരു വ്യക്തതയും ഉണ്ടാക്കാതെ ഉള്ള ഒരു ബഡ്ജറ്റ്, ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത്.